നമസ്കാരം. അങ്ങനെ കേരളം പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കാരണം അത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള വാർത്തകളാണല്ലോ നമ്മൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇപ്പൊ നേരെ പോകുന്നത് ഈ കേരളത്തിന്റെ പബ്ലിക് ക്ലോസറ്റിന്റെ വായിലേക്കാണ്. മൈക്ക് അങ്ങോട്ട് തിരികെ വെക്കുകയാണ്. എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് കേൾക്കാൻ പോകുന്നത്, ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ഈ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അത് വലിച്ചു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും കേരളത്തിലെയും ഇന്ത്യയിലെയും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരമ ഊള, രാഷ്ട്രീയക്കാർക്ക് അപമാനമായിട്ടുള്ള, കേരള ജനതയ്ക്ക് അപമാനമായിട്ടുള്ള ഈ വൃത്തികെട്ട പൂഞ്ഞാറിൻ്റെ അപ്പി ഇവന് 14 ദിവസത്തേക്ക് നമ്മുടെ കോടതി റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്തിട്ടും 10 മിനിറ്റ് പോലും ജയിലിൽ കിടക്കാൻ പറ്റാത്ത ഈ ധീരനായിട്ടുള്ള യോദ്ധാവ് നേരെ പോകുന്നത് മറ്റേ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അപ്പം അവിടെ നിന്നുകൊണ്ട് ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചു. അത് കോടതി വീണ്ടും ജാമ്യം കൊടുത്തിട്ടുണ്ട്. ആ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണും. കാരണം ECGയിൽ വ്യതിയാനം, ഹൃദയമായിട്ടുള്ള എന്തോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, രക്തം കട്ട പിടിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ ഒക്കെ ഡോക്ടർമാർ എഴുതി ചേർത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല. അപ്പോൾ അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാൾ ജാമ്യം കിട്ടിയ ഉടനെ നേരെ പുറത്തേക്ക് വന്നിട്ട് ആ പഴയ സ്വഭാവം തന്നെ. ഞാൻ ഇവിടുത്തെ രാജ്യദ്രോഹിക്കെതിരെ ഇനിയും ശക്തമായ രീതിയിൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. ഞാൻ ധീരനാണ്, ഞാൻ ധീര യോദ്ധാവാണ്, തേങ്ങാ കൊലയാണെന്നൊക്കെ പറയുന്ന നമ്മളൊന്ന് കേട്ടു നോക്കണം. കോടതി ശക്തമായിട്ട് പറഞ്ഞു, ഇയാൾക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ വീണ്ടും ഇത് തന്നെ പറയത്തുള്ളൂ. അത് തന്നെയാണ് ഇയാൾ പറഞ്ഞു വരുന്നത്. ഇയാൾ അതിൽ കുറച്ചൊന്നുമില്ല. കാരണം ഇവിടുത്തെ സംഘപരിവാർ അല്ലെങ്കിൽ BJP പ്രസ്ഥാനങ്ങൾ പറഞ്ഞത് PC ജോർജ് എന്ന് പറയുന്ന ഈ പ്രസ്താവന നടത്തിയതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ നിൽക്കില്ല എന്ന് പറയുമ്പോൾ പോലും ഈ പറയുന്ന സംഘപരിവാറും സംഘപ്രസ്ഥാനങ്ങളും കാസാക്കൂസന്മാരും ക്രിസംഖികളെല്ലാം ഇവന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് അങ്ങാട്ട് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പിന്തുണ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ധൈര്യവും ഉണ്ട്. എന്താണെങ്കിലും ഈ ഒരു ചികിത്സ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുള്ള ആ ഒരു മാസ് ഡയലോഗും കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇവൻ നന്നാവോ ഇല്ലയോ എന്നുള്ളത്. മറ്റൊരു പാട്ടിൽ പറയുന്ന പോലെ ഇവൻ നന്നാവൂല സാറേ, ഇവനിനി എന്തൊക്കെ വന്നാലും ഇവൻ നന്നാകാൻ പോകുന്നില്ല. എന്തായാലും ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാനും അല്ലെങ്കിൽ ഇതിനൊക്കെ പണിഷ്മെന്റ് കൊടുക്കാനും ഇവിടുത്തെ ജനങ്ങളെ കൊണ്ട് മാത്രമേ ഇനി സാധിക്കത്തുള്ളൂ കേട്ടോ. കാരണം കഴിവും പണവും സ്വാധീനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഇതുപോലെ ഇസ്ലാമിന്റെ നെഞ്ചത്ത് കയറി നിന്ന് ചൊറിഞ്ഞാലും ഇസ്ലാമിനെ എന്ത് തോന്നിയവാസം തെമ്മാടിത്തരം പറഞ്ഞാലും ഇവിടെ ഒരു പുല്ലും നടക്കത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് ഈ കേരളത്തിന്റെ പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള ഇവന്റെ ഈ വരവ്. കണ്ടു നോക്കിക്കോളൂ. PC ജോർജിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. വിദ്വേഷ പരാമർശ കേസിൽ രാവിലെ ജോർജിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. PC ജോർജിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. മതവിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിന് ഇന്ന് ജാമ്യം കോടതി നൽകിയിരുന്നു. ഇരാറ്റുപേട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. ആദ്യം മുതൽ തന്നെ തനിക്ക് ആരോഗ്യപരമായ കാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കോടതിയിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. നല്ല ട്രീറ്റ്മെന്റാണ് കിട്ടിയത്. എങ്കിലും ഒരു ക്രോസ് ചെക്കിങ് ആവശ്യമുണ്ട്. പാല ബിഷപ്പിന്റെ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അതോ അപ്പോൾ ഇന്ന് അവിടെ അഡ്മിറ്റ് ആകാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ അവിടെ ചെന്ന് ഡോക്ടർമാർ പരിശോധിച്ച് തീരുമാനിക്കാമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരിറങ്ങിയാലും ആ ഭീകരവാദികൾക്കെതിരെ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള ശക്തമായ നടപടിയുമായി ഒരു സംശയം വേണ്ട, തൻ്റെ ഇടമായി മുമ്പോട്ട് പോകും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അത് വേറെ ഒന്നും പറയാൻ പറ്റില്ല. കിട്ടിയത്. എങ്കിലും ഒരു ക്രോസ് ചെക്കിങ് ആവശ്യമുണ്ട്. പാല ബിഷപ്പിന്റെ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അതോ അപ്പോൾ ഇന്ന് അവിടെ അഡ്മിറ്റ് ആകാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ അവിടെ ചെന്ന് ഡോക്ടർമാർ പരിശോധിച്ച് തീരുമാനിക്കാമെന്നുള്ളതാണ്. മാസ്. അതായത് വളരെ ഗുരുതരാവസ്ഥയിൽ അകത്ത് കിടന്ന ആളാണ് ഈ എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും വലിയ ഗീർവാണം മുഴക്കിയിരിക്കുന്നത്. രാജ്യദ്രോഹികൾക്കെതിരെ ഞാൻ ഇനി സന്ധിയില്ലാത്ത പോരാട്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുടെ പുറകെ നിൽക്കുന്നില്ലേ, അവർക്കെതിരെയൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പോരാടേണ്ടി വരുന്നത്. എന്തായാലും ഈ രാജ്യദ്രോഹി എന്ന് പറഞ്ഞത് ആരെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം സാധാരണ ഇവന്റെ വായിൽ നിന്ന് വരുന്നത്
ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയാണ് രാജ്യദ്രോഹികൾ എന്ന് മുദ്ര കുത്തുന്നത്. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അത് വലിച്ചു വരുമ്പോൾ ഇതുപോലെ നിൽക്കും. ഡയലോഗിനൊന്നും ഒരു കുറവുമില്ല അല്ലേ. എന്താണെങ്കിലും കൊള്ളാം. പുറകിൽ നിൽക്കുന്നവന്മാരെയൊക്കെ നല്ല രാജ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാരാണല്ലോ നിൽക്കുന്നത്. കാരണം വഴിയിൽ മൈക്ക് കെട്ടിവെച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ തലയെടുക്കും അല്ലെങ്കിൽ തല കൊയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെയാണ്. അവരൊക്കെ രാജ്യത്തിൻ്റെ സേവകരാണ് കേട്ടോ, സ്വയം സേവകരാണ്. കാരണം സ്വയം സേവകരുടെ സംരക്ഷണത്തിലാണ് ഇപ്പം നമ്മുടെ ഈ കേരളത്തിൻ്റെ പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള ഇവൻ ഇങ്ങനെ കിടന്നുകൊണ്ട് ഞെളിയുന്നത്. ഇനിയിപ്പം പാലാ ബിഷപ്പിൻ്റെ ഹോസ്പിറ്റലിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ പോയിട്ട് നല്ല രീതിയിലുള്ള ചികിത്സയൊക്കെ എന്താ പറയുക നേടിയെടുക്കണം. കാരണം സർക്കാർ ഹോസ്പിറ്റലിലെ ചികിത്സയൊന്നും വലിയ മോശമുള്ള ചികിത്സയൊന്നുമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ചികിത്സ കൊടുത്തുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെ എഴുന്നേറ്റ് നടന്ന് വരാനായിട്ട് തോന്നിയത് ഈ പറയപ്പെടുന്ന ആൾക്ക്. ഇതുപോലെ രാഷ്ട്രീയക്കാർക്ക് അപമാനമായിട്ടുള്ള, കേരളീയർക്ക് അപമാനമായിട്ടുള്ള ഇതുപോലുള്ള വിഴുപ്പ് സാധനത്തെയൊക്കെ ഇനി ചുമന്നുകൊണ്ട് നടന്നാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെയൊക്കെ അഭിമാനത്തെ ആയിരിക്കും അത് ചോദ്യം ചെയ്യുന്നത്. കാരണം ഇവൻ ഇനിയും ഇത് തന്നെ ആയിരിക്കും തുടരാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോളൂ. കാരണം കുറച്ച് നാളൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതിനകത്തും ഈ പറയപ്പെടുന്ന ആൾ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അന്ന് ഇനിയിപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ല. കാരണം നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇനി മാനസിക രോഗിയുടെ ഒരു ലിസ്റ്റ്, മാനസിക രോഗിയുടെ ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് ആയല്ലോ, പിന്നെ എന്ത് വേണമെങ്കിലും പറയാമല്ലോ. എന്താണെങ്കിലും ഈ ഒരു നടപടി കോടതിയുടെ വിധിയാണ്, അതിനെ നമ്മൾ മാനിക്കുന്നു. കാരണം കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ അത് മാനിച്ചതുപോലെ തന്നെ ജാമ്യം നൽകിയപ്പോഴും നമ്മളത് മാനിക്കുന്നു. കാരണം കോടതിയാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത്, കോടതിയാണ് വലുത്. നമുക്കെല്ലാവർക്കും വിശ്വാസവും കോടതിയിൽ തന്നെയാണ്. സത്യത്തിൽ ഇതുപോലുള്ള ഒരാളെ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ആ ജയിലിൽ ഉള്ളിൽ ഇടാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം അതിന് വേണ്ട സംവിധാനങ്ങളും ഒത്താശയൊക്കെ ഈ സംഖ്യകൾ അല്ലെങ്കിൽ അത് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു റിപ്പോർട്ട് പോലും കോടതിയിൽ ഹാജരാക്കാൻ നമ്മുടെ ഇന്നത്തെ പിണറായി സർക്കാരിൻ്റെ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട. ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാലേ, അവനെ എപ്പോൾ തൂക്കിയെടുത്ത് അകത്തുകൊണ്ടിട്ട് എന്ന് ചോദിച്ചാൽ മതി. അപ്പം പണവും സ്വാധീനവും ആൾബലവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും നമ്മുടെ നാട്ടിൽ നടക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പം ഈ ഇറങ്ങി വന്നുകൊണ്ട് ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വീണ്ടും നെഞ്ച് വിരിച്ച് നിന്നുകൊണ്ട് ഇങ്ങനത്തെ ഗീർവാണം അങ്ങോട്ട് മുഴക്കിയിരിക്കുന്നത് അല്ലേ. രാജ്യദ്രോഹികൾക്കെതിരെ ഞാൻ ഇനിയും സന്ധിയില്ലാത്ത സമരത്തിന് തുടരുമെന്നും. ഇവനൊക്കെ എന്ത് രാജ്യസ്നേഹമുള്ളവനവനൊക്കെ. ഇവനൊക്കെ ഈ ആവണക്കെണ്ണയിൽ കടവറങ്ങിയവൻ്റെ നയമല്ലേ. എവിടെ നിൽക്കുന്നോ അവിടെ നല്ലതെന്നും പറഞ്ഞ് ചാടി വീഴുന്ന കേരളത്തിൽ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ നേതാവിന് കേരള ജനത ഒരു പക്ഷേ കണ്ടു കാണത്തില്ല. എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്കും സന്തോഷമായി എന്നാണ് തോന്നുന്നത്. അപ്പം നമ്മുടെ അണ്ണൻ പോകുന്ന റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റൊക്കെ എടുത്ത് ആ നാക്കിനൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് ആരോഗ്യം വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പോഴും നമ്മൾ തമ്മിൽ കാണേണ്ടി വരും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും